സ്തോത്രം. വാഴ്ത്തുക നീ മാനമേ, എൻ പാരനേ വാഴ്ത്തുക നീ മാനമേ. വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പ്രാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു. വാഴ്ത്തുക നീ മാനമേ, എൻ പാരനേ വാഴ്ത്തുക നീ മാനമേ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം ഹല്ലേലൂയ. 67 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികൾ ഒക്കെയും അവനെ ഭയപ്പെടും. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. ഉയരത്തിലേക്ക് എന്നതിനെ കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ച് പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു. ദൈവവചനം അനുസരിച്ച് നോഹ പെട്ടകത്തിൽ പ്രവേശിച്ചപ്പോൾ അത് അവനെ ഭൂമിയിൽ നിന്നും പടിപടിയായി ഉയർത്തി. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇത് അത്ഭുതകരമായ സത്യം തന്നെയാണ്. ക്രിസ്തുവാണ് നമ്മുടെ പെട്ടകം. സുവിശേഷത്തിന്റെ വിളി അനുസരിച്ച് നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും ആയിത്തീരുമ്പോൾ അവൻ നമ്മെ ഭൗമിക മണ്ഡലത്തിൽ നിന്നും സ്വർഗ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു. നാം എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം ലൗകിക കാര്യങ്ങൾ നമുക്ക് ചെറുതായി തോന്നും. പിന്നീട് ഭൗമിക കാര്യങ്ങൾ ശ്രേഷ്ഠമായോ ആകർഷകമായോ ഒരിക്കലും തോന്നുകയില്ല. ഒരു കാലത്ത് നമ്മെ ആകർഷിച്ചിരുന്ന വസ്തുക്കൾ നമുക്ക് വലിയ കാര്യമായി തോന്നുകയില്ല. എത്ര അധികമായി നാം സ്വർഗത്തെ സ്നേഹിക്കുന്നുവോ അത്ര കുറച്ചു മാത്രമേ ഈ ലോകത്തോട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുകയുള്ളൂ. പെട്ടകം എത്രത്തോളം ഉയർന്നുവോ അത്രത്തോളം നോഹയും ഉയർന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു എത്രമാത്രം ഉയർത്തപ്പെടുന്നുവോ അത്രത്തോളം അവന്റെ മഹത്വത്തിനായി നാമും ഉയർത്തപ്പെടുന്നു. നാം ലോകത്തിന് വെളിച്ചമായി മലമേൽ ഇരിക്കുന്ന പട്ടണമായി മാറുന്നു. നമ്മുടെ വെളിച്ചം കണ്ട് മനുഷ്യർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തും എന്ന് മത്തായി 5:14-16 വാക്യങ്ങളിൽ കാണുന്നു. ഉയർന്ന പർവ്വതങ്ങൾ ഒക്കെയും മൂടിപ്പോയി. ആത്മീയ ജീവിതത്തിൽ നാം മുന്നേറുതോറും പർവ്വതങ്ങൾ പോലെ കണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ണിന് മുന്നിൽ നിന്നും മാഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമായ അനുഭവമായി തീരുന്നു. ഒരു പാട്ടായി, ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിയായി, സ്തോത്രമായി, പുകഴ്ചയായി നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീരുടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യുവാനായി നമുക്ക് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീർ കർത്താവ് ഹല്ലേലൂയ ആമേൻ സ്വർഗത്തിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതാണ് പാട്ടുകാരൻ പാടിയത്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് പ്രതിഫലമേകുന്നൊരേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും
നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. എന്നെ നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി സ്വർഗത്തെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് ഈ ഭൂമിയിൽ സകല കാര്യങ്ങളും സാധ്യമാണ്. എന്നാൽ നമ്മുടെ കണ്ണുനീരിനെ മറികടന്നു പോകുവാൻ ദൈവത്തിന് സാധ്യമല്ല. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ യേശു കർത്താവ്. ഹല്ലേലൂയ. ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു. 1 ശമൂവേൽ 1:10 അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു എന്ന് കാണുന്നു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. 1 ശമൂവേൽ 1:20. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് രാജാവ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നത്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കേണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന് 56-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ കാണുന്നു. എന്തിനു വേണ്ടിയാണ് നാം കരയണം? ഹല്ലേലൂയ. നാം നമുക്ക് വേണ്ടി കരയണം. നമ്മുടെ പാവങ്ങളെ ഓർത്ത് നാം കരയണം. ദാവീദ് രാജാവ് തെറ്റിലേക്ക് വീണപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ പാവങ്ങളെ കഴുകിക്കളയുവാനായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ നിറവിനായും അപേക്ഷിച്ചു. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. 51-ാം സങ്കീർത്തനത്തിന്റെ 10-11 വാക്യം കാണുമ്പോൾ, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്നുള്ള അപേക്ഷയാണ്, കരച്ചിലാണ്, പ്രാർത്ഥനയാണിത്. ഹല്ലേലൂയ. പാപങ്ങൾ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കരുത്. പാപം അസ്ഥികളെയും മജ്ജകളെയും ഉണക്കും, രോഗങ്ങൾ വരുത്തും. ഹല്ലേലൂയ. മറ്റൊരു ദൈവവചനം പഠിക്കുമ്പോൾ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതും ഇല്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 32-ാം സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്തതായി നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? സമൂഹത്തിന് വേണ്ടി നമ്മുടെ കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കണം. രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങി യഹൂദ ജാതിയെ മുടിക്കുവാൻ ഹാമാൻ തുനിഞ്ഞിറങ്ങി. എന്നാൽ വിവരം ലഭിച്ചപ്പോൾ എസ്തേർ മൊർദെഖായിയോട് ഇങ്ങനെ പറയുവാൻ കൽപ്പിച്ചു, നീ ചെന്ന് ശൂശനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും എന്ന് എസ്തേർ 4:16 കാണുന്നു. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. 3-ാം ദിവസം യഹോവ അവരെ വിടുവിച്ചു. ഹാമാൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ അവനെ തന്നെ അവന്റെ കുടുംബത്തെയും തൂക്കിക്കളയുവാൻ ഇടയായി തീർന്നു. ഒരു സമൂഹത്തിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതവും വിടുതലും ഉണ്ടായി. നാം നമ്മുടെ ദേശത്തിനും രാജ്യത്തിനും ലോക സമാധാനത്തിനും ഭരണാധികാരികൾക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായി മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവേൻ. യേശു ക്രൂശ് വഹിച്ചു പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന സ്ത്രീകളെ നോക്കി ഇങ്ങനെ പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ എന്ന് ലൂക്കോസ് 23:28 കാണുന്നു. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകനും ഇത് തന്നെ ആഹ്വാനം ചെയ്യുന്നു. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാം. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തിങ്കലേക്ക് കൈ മലർത്തുക എന്ന് വിലാപങ്ങൾ 2:19 കാണുന്നു. ഹല്ലേലൂയ. നശിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയെ
കുറെ നിക്ഷേപങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ ഉപവസിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ വിവാഹം, ആത്മീയ ജീവിതം ഇവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ദൈവഹിതം മാത്രം അവരുടെ ജീവിതത്തിൽ കാണാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്തിന് നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം അവർക്ക് ചുറ്റും വേലി കെട്ടി യോബിന്റെ ഭവനത്തെ സംരക്ഷിച്ചതുപോലെ യേശുവിന്റെ രക്തത്താലും വചനത്താലും തലമുറകളെ സംരക്ഷിക്കുവാൻ, കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഇടയായി തീരും. നാം കണ്ണുനീരിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം കൂടുതലായി അറിയും. കണ്ണുനീരിന്റെ മക്കൾ വലിയ ഫലം കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ പാപം, ഹല്ലേലൂയ, കർത്താവേ അങ്ങ് ക്ഷമിക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം പഠിക്കുമ്പോൾ രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടും ഇല്ല. പിന്നെ എന്താ നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട് മറുപടി കിട്ടാത്തത്? നമ്മുടെ പാപമത്രേ നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നും നീതിമാനായിരുന്നു ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ പാപത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. നമ്മുടെ പാപത്തിന് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. സങ്കീർത്തനം 126-ന്റെ 5, 6 തിരുവചനങ്ങൾ. അപ്രകാരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന ദൈവാടിയങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഇന്നയോളം അടിയങ്ങൾക്ക് തന്നതായ സന്തോഷത്തിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായി, ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ തന്ന മകൾ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതാ ഞങ്ങളുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ ഒടുവിൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നല്ലോ കർത്താവേ. അപ്രകാരം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും കുടുംബമായി ഒരു മാനസാന്തര അനുഭവം നൽകണം അപ്പാ. പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നത്. യേശുവിന്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി നിത്യ ജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനം പോലെ യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവ്. വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണം അപ്പ. പാപം കാരണം വന്നുപോയ രോഗമാണെങ്കിൽ കർത്താവേ, വാസ്തവമായി പാപം ക്ഷമിക്കണം അപ്പ. അല്ല, ദൈവനാമം മഹത്വപ്പെടുവാനാണ് ഇത് വന്നിരിക്കുന്നത് എങ്കിൽ ഹല്ലേലൂയ ഈ പരീക്ഷാഘട്ടം തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ, തലമുറകളെ ഓർത്ത് ഭാരത്തോടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് തലമുറകൾ മാനസാന്തരപ്പെടുവാൻ ദൈവം സഹായിക്കണപ്പാ. യോശുവ ഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്ന വചനം പോലെ കുടുംബമായി യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കണം.
എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകണപ്പാ. ഏത് വിഷയത്തിനും പരിഹാരം യേശു കർത്താവ് മാത്രമേ ഉള്ളൂ എന്നറിയുന്നു. ഞങ്ങളുടെ ഏത് വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പനോട് അറിയിക്കുവാൻ തക്കണം നല്ല മനസ്സൊരുക്കും എല്ലാ മക്കൾക്കും അങ്ങ് നൽകണപ്പാ. അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. ഹല്ലേലൂയ, ആമേൻ. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.